കേന്ദ്ര സർക്കാരിനോട് ജോലി ചോദിച്ച് ചങ്ങല തീർക്കാൻ ഇറങ്ങുന്നവർ കൺമുൻപിൽ ജോലിക്കായി യാചിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കാണുന്നില്ല. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ കാര്യം ചോദിച്ചാൽ ആഗോളതലത്തിലെ മറുപടിയാണ് ഡിവൈഎഫ്ഐക്ക്. എന്നാൽ കള്ളക്കണക്കുകളാണ് PSCയും പിണറായി സർക്കാരും പറയുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത രാജ്യത്താണ് നമ്മൾ. ഞങ്ങൾ ചെറുപ്പക്കാരുടെ തൊഴിൽ സാധ്യതയെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ടാണ് UPSC നിയമനങ്ങൾ കേന്ദ്ര സർക്കാർ ലഭ്യമാക്കിയത്. ആ കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണുതുറപ്പിക്കാനാണ് ഈ മനുഷ്യചാരം. കേന്ദ്ര സർക്കാരിനോട് ജോലി ചോദിച്ച് തെരുവിൽ നിന്ന് ചങ്ങല തീർക്കാൻ ഇറങ്ങുന്ന ഡിവൈഎഫ്ഐക്കാരോട് നാട്ടിലെ കാര്യം ചോദിച്ചാൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഷിജു ഖാന്റെ മറുപടി ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനമാണ് തീർച്ചയായിട്ടും വിളിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ രാജ്യത്തെ PSCയുടെ കണക്കൊക്കെ പരിശോധിച്ചാൽ 7.5 വർഷം കൊണ്ട് 2,40,000 പേർക്ക് PSC മുഖാന്തരം നിയമനം അതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനമാണ്, ജോലി ലഭിച്ച ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിക്കുകയും കേരളത്തിൻ്റെ കണക്ക് താരതമ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ വ്യത്യാസം തീർച്ചയായിട്ടും ബോധ്യപ്പെടും. സർക്കാരിന് വേണ്ടി PSCയെ ന്യായീകരിക്കുന്നവർക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ മറുപടി ഇങ്ങനെയും. കേരളത്തിലാണ് എല്ലാ സർക്കാർ ജോലികളും PSC മുഖാന്തരം നടപ്പിലാക്കുന്നത്. തമിഴ്നാട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഓരോ ജോലികൾക്കും ഓരോ ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. സർക്കാർ നിയന്ത്രിത ബോർഡുകളാണ് അവർക്ക് ജോലി നൽകുന്നത്. അത് PSCയുടെ കൂട്ടത്തിൽ പെടുത്തുകയില്ല. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമനങ്ങൾ, PSC നിയമനങ്ങൾ നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ PSC നിയമനങ്ങൾ കുറവായിരിക്കും. അതേസമയം സർക്കാർ ജോലികൾ കൊടുക്കുന്ന എണ്ണം കൂടുതലായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് അത് ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത്. 1700 പേരെ ലിസ്റ്റ് ഇട്ടിട്ട് 2022 20-ന് ശേഷം PSC ചെയർമാനും മുഖ്യമന്ത്രിയും പറഞ്ഞൊരു വാചകമുണ്ട്. 2 ഘട്ട പരീക്ഷ ആകുമ്പോഴത്തേക്കും ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും നിയമനം സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴിപ്പോൾ അവരെ വാക്കിന് തന്നെ വിലയില്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചങ്ങല തീർത്ത് പോരാടി തിരിച്ചെത്തുന്നവർ സ്വപ്നങ്ങളുമായി തെരുവിൽ പോരാടുന്നവരെ കാണുക. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.